Good afternoon, all of you. Slide വന്നിട്ടുണ്ടോ? സൂം ചെയ്യാം, സ്ക്രോൾ ചെയ്യാം. അപ്പൊ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ എഴുതിയിട്ട് പറയുക. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ 4 ആണ് നമ്മളുടേത്. ഡേ 4 എഴുതുന്നത് 12:26 ആണ്. ഡേ 4 12:26 കാറ്റഗറി നമ്പർ. എഴുതിയിട്ട് പറയും. ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആണ് ലോർഡ് ഡഫറിൻ. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ അല്ലാത്തത് ഏത്? മൂന്നാമത്തെ ഓപ്ഷൻ സി 1ഉം 4ഉം. ആത്മോപദേശ ശതകവും അഭിനവ കേരളവും ആണ് അല്ലാത്തത്. ആദിഭാഷയും പ്രാചീന മലയാളവുമാണ് ആയത്. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 4. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാൻ ആയിട്ടുണ്ട്. അടുത്തത് 10 വരെ ചെയ്തിട്ട് പറയുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. 5ാമത്തത് സാൻ മിങ് ചൂയ് എന്നിവ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. 6 ദേശീയ ജലപാത 3ന്റെ ആകെ ദൈർഘ്യം എത്രയാണ്? ഓപ്ഷൻ ഡി 205 കിലോമീറ്റർ. ഓൾഡ് രേഖയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരി. ഓപ്ഷൻ എ. എല്ലാ പ്രധാന സമുദ്രങ്ങളെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. 8 ആൻസർ ഈസ് ഓപ്ഷൻ സി ഗൈറുകൾ. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം 9 സിറസ്. കോണ്ടൂർ രേഖയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. 2 പ്രസ്താവനകളും ശരിയാണ്. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. അതും SCRT-കത്തുണ്ടല്ലോ. ഇനി അടുത്തത് 13 വരെ എഴുതിയിട്ട് പറയുക കേട്ടോ. പതിമൂന്ന് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 13ാമത്തെ ക്യാൻസൽ ആണ്. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 ആൻസർ ഈസ് ഓപ്ഷൻ എ. 1 മാത്രം ശരിയാണ്. വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏത്? 12 ഓപ്ഷൻ സി. 1ഉം 3ഉം ആണ് തെറ്റ്. 13 ക്യാൻസൽ. 14 മുതൽ സപ്പോർട്ട് എഴുതിയിട്ട് പറയുക. ുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 2, 3ഉം 4ഉം ആണ്. 3 എന്ന് പറഞ്ഞാൽ ലംബാഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ്. 15 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ആണ്. 1ഉം 4ഉം.
തെറ്റായിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് DSIB ബാങ്കുകളിൽ ICIC ഉൾപ്പെടുന്നു. നീതി ആയോഗിന്റെ CEO ആ ടൈമിൽ അതായിരിക്കും. നിധി ചിബ്ബർ. പരീക്ഷ നടന്ന സമയത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നിധി ചിബ്ബർ അല്ലെ. FPTP-യുടെ പൂർണ്ണ രൂപം എന്ത്? 16ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. 17 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? 17 ഡി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് 17 ഡി വ്യാപാരവും വാണിജ്യവും. പിന്നോക്ക വിഭാഗ കമ്മീഷൻ 338 ബി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നിങ്ങൾ 22 വരെ എഴുതിയിട്ട് പറയുക. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 19 ആൻസർ ഈസ് ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറൽ ഉദ്യോഗം വഹിക്കാവുന്നതാണ്. മന്ത്രിസഭയുടെ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം 164(2). സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. 12 കുറയാൻ സംസ്ഥാന മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 കുറയാൻ പാടുള്ളതല്ല. ഓക്കെ, അതെല്ലാം കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലായിരുന്നോ? വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലെ. 20 ബി. തെറ്റായ പ്രസ്താവന. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ അംഗം തന്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുൻപ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുകളുടെയോ മുൻപാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189. അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി മൂന്നും നിങ്ങളത് പഠിച്ചോണം കേട്ടോ. നിയമസഭയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ ആ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. സംസ്ഥാന നിയമസമിതിയിലെ അംഗങ്ങൾ എന്നത് ആ സമിതിയിലെ ആകെയുള്ള സംഖ്യ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ സംഖ്യയുടെ 1/3 കവിയാൻ പാടുള്ളതല്ല. പണബിൽ നിയമസമിതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയുടെ 108(1) അനുച്ഛേദം പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും അനാലിസിസ് വീഡിയോ ചെയ്തായിരുന്നോ? 20 ഓർമ്മയുണ്ടോ? യൂട്യൂബിലോ ലൈവിലോ ആപ്പിലോ വല്ല ഓർമ്മയുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇല്ല, ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമായ ഉത്ഭവ അധികാരത്തെ പറ്റി പറയുന്നത് 131. ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലേ ആൻസർ? 131. 21 ബി. ഇന്നലത്തെ എന്തോ ഉത്ഭവ അധികാരം ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്നല്ലോ അല്ലേ? SD ദേവഗൌഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? 22 ഓപ്ഷൻ സി IK ഗുജറാൾ. അപ്പം പ്രധാനമന്ത്രിമാരുടേത് നമ്മൾ ഇതിനു ശേഷം പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അത്? പ്രധാനമന്ത്രിമാരുടേത് ഓക്കെ. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ ഓർഡറിൽ പഠിച്ചു വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത പേജ് എഴുതിയിട്ട് പറയുക. ഇത് ഡ്രൈവർ എക്സാമിന്റെ പരീക്ഷയാണ്, എന്നാലും നല്ല കുറച്ചൊക്കെ കാഠിന്യമുള്ള ചോദ്യങ്ങളാണ്. കേരള സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 23 ഓപ്ഷൻ ബി. 75 സെപ്റ്റംബർ 9. കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആര്? 24 ആൻസർ ഈസ് ഓപ്ഷൻ ബി. എബ്രഹാം മാത്യു. മാറിയിട്ടുണ്ടോ? നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് 24 ആൻസർ ഓപ്ഷൻ ബി. നവജീവൻ പദ്ധതി 25 ഓപ്ഷൻ എ. തൊഴിൽ. അത് വിദ്യാർത്ഥികത്തുള്ളതല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ 26 ഓപ്ഷൻ ഡി. കെ രാജു. ഇതെല്ലാം ഇപ്പൊ മാറും ഇല്ലേ? റവന്യൂ മന്ത്രി ആണോ വൈസ് ചെയർമാൻ? റവന്യൂ മന്ത്രി അല്ലേ? ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാ? അനിൽകുമാറോ?
പി അനിൽകുമാർ. മനുഷ്യരിൽ എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് പി അനിൽകുമാർ ആണോ? ഇൻഷ്യൽ പി അനിൽകുമാർ ആണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ആണോ? ശരിയാണോ ഞാൻ എഴുതിയേക്കുന്നത്? മനുഷ്യരിൽ എ ബി ഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന 27 ആൻസർ ഈസ് ഓപ്ഷൻ എ. ചുവന്ന രക്താണുക്കളിൽ എ ബി ആന്റിജൻ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആന്റിബോഡികൾ ഇല്ലാതെയും ഇരിക്കുന്നു. മാറാരോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് 28 ഓപ്ഷൻ സി താലോലം. താലോലം 28 റവന്യൂന്റെ സൈറ്റിൽ മാറിയിട്ടുണ്ട്. എ പി അനിൽകുമാർ എന്നാണ് റവന്യൂ മിനിസ്റ്ററുടെ പേര്. സോ നമുക്ക് ഏതിന്റെ ആൻസർ ഇതായിട്ട് വരും? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോ ലേബൽ നൽകപ്പെടുന്നത് 29 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. 30 ഓപ്ഷൻ ഡി. ഏതാ വരും? 3 വരും. ഇൻസുലിൻ, ആഗ്നേയ ഗ്രന്ഥി, റിലാക്സിൻ, B1 അണ്ടാശയം, ഓക്സിടോക്സിൻ, C4 പീയൂഷ ഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്ലാൻഡ്. തെറ്റാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണ്ണയിക്കുക. 31 സി 1.2 മീറ്റർ. ഫോക്കസ് ദൂരം എത്രയാണ്? വക്രത ആരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സമാനമായ ഫാരൻഹീറ്റ് 32 ഓപ്ഷൻ ബി 98.6. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി 33 ഡെന്നിസ് ഡിറ്റോ. നെക്സ്റ്റ് 37 വരെ എഴുതിയിട്ട് പറയുക കേട്ടോ. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിന്റെ അയിര് ഏത്? 34 ഓപ്ഷൻ ബി കലാമി. സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത് 35 ഓപ്ഷൻ സി 3. സംക്രമണ മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ് ഉള്ളത്. ലോഹങ്ങളാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. 2023 കെമിസ്ട്രി നോബൽ പ്രൈസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം. 37 മുക്തകം. 37 സി ആണ്. 2ഉം 3ഉമാണ്. അക്ഷര ശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്.
40 വരെ ചെയ്താൽ മതി കേട്ടോ. ബാക്കി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്യാം. നാൽപ്പത് വരെ ചെയ്താൽ മതി. ഓക്കെ, 38. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ കായിക ഫീച്ചർ. 39. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത്. ഓപ്ഷൻ എ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. 40. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 40ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് ശരി. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണനാണ് ചെയർമാൻ. ഇനി 41 മുതലുള്ളത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. 43 വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സ്ക്രീൻഷോട്ട് എടുത്ത് ടെസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇപ്പൊ 41 മുതലുള്ള ഞാനങ്ങ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ട് നിങ്ങൾ നോക്കിച്ചാൽ മതി. 41 ഓപ്ഷൻ ഡി. 42 ഓപ്ഷൻ ഡി. 43 ഓപ്ഷൻ എ. ഇനി ഇപ്പൊ സ്ക്രീൻഷോട്ട് ഒന്നുകൂടെ എടുക്കുക. അപ്പൊ മാർക്ക് PDF നിങ്ങൾ ആൻസർ നോക്കിയതിനു ശേഷം പിന്നെ കിട്ടുമല്ലോ. എടുത്തോ? ആ, എല്ലാവരും എടുത്തോ? ആ, ഇനി 50 വരെ ഉള്ളതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തേ. സ്ക്രീൻഷോട്ട് എടുത്ത് ടെസ്റ്റ് പറഞ്ഞേ. 44 ഡി, 45 എ, 46 ബി, 47 എ, 48 എ, 49 സി, 50 എ. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തേ. എടുത്തോ? ആ, പിന്നെ നിങ്ങൾ മാർക്ക് നോക്കുമ്പം പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഇവർക്ക് ഡ്രൈവർ എക്സാം ആയതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം എന്താണ് അവരുടെ സംഭവം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ നിങ്ങൾ പരീക്ഷ എഴുതിയ മാർക്ക്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ OMRന്റേതോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. 30-ാം തീയതി വരെ ടെലഗ്രാം ബാൻ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ, അപ്പൊ ബാൻ മാറി കഴിയുന്ന ടൈമിൽ നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അതിന്റെ PDF. ഈ ഫയല് വന്നോന്ന് നോക്കാമോ? അപ്പിൽ വന്നു. ഓക്കെ, ബൈ, താങ്ക് യു. ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. തിങ്കളാഴ്ച ആയിരിക്കും അടുത്ത OMR ഉള്ളത്. നിങ്ങൾ ഈ ഒരാഴ്ചത്തേത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ PDF ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നല്ല ഓർമ്മ വരും. താങ്ക് യു.